ഇത് കേവലം ഒരു വാർത്തയല്ല, മറിച്ച് നമ്മുടെയെല്ലാം ആരോഗ്യവും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങളും എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ആശങ്ക തന്നെയാണ്. അതായത് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലെ പ്രതിസന്ധിയെക്കുറിച്ചും ബഡ്ജറ്റ് വെട്ടിക്കുറച്ചതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഉപകരണങ്ങളുടെ ക്ഷാമം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമസ്കാരം, ഞാൻ അഖിലേഷ് ചന്ദ്രസേന. നമ്മൾക്കറിയാം കേരളത്തിലെ ആരോഗ്യ മേഖല ലോകത്ത് തന്നെ പ്രശംസ പിടിച്ചു പറ്റിയ ഒന്നാണ്. എല്ലാ സാധാരണക്കാർക്കും നല്ല ചികിത്സ ലഭിക്കുന്ന, രോഗങ്ങളെ ഫലപ്രദമായി നേരിടുന്ന ഒരു സംവിധാനം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ആരോഗ്യ മേഖല വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് എന്നൊരു സംശയം പലർക്കും ഉന്നയിക്കുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികളും ആരോഗ്യരംഗത്തെ വിദഗ്ധർ പോലും ഈ ഒരു വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം തുടക്കം കുറിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് വിഹിതത്തിൽ വന്ന ഗണ്യമായ വെട്ടിച്ചുരുക്കലുകളാണെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. അതായത് മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ക്യാൻസർ സെന്ററുകൾക്കും മരുന്ന് വാങ്ങാൻ വെക്കുന്നതിന്റെ ഫണ്ടിൽ വലിയ കുറവ് വരുത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് കേവലം ഒരു ചെറിയ വെട്ടിച്ചുരുക്കലല്ല, മറിച്ച് ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങളെയും വികസനങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഈ വെട്ടിച്ചുരുക്കലുകൾ പല രീതിയിലും സാധാരണക്കാരെ ബാധിക്കുന്നുണ്ട്. ഞാൻ ഒന്നൊന്നായിട്ട് പറയാം. ഒന്നാമതായി, ആശുപത്രിയിൽ ആവശ്യമായ മരുന്നുകൾക്ക് വലിയ ക്ഷാമം നേരിടുന്നുണ്ട്. രോഗികൾ ആവശ്യമായ മരുന്നുകൾ സർക്കാർ ആശുപത്രികളിൽ ലഭിക്കാതെ വരുമ്പോൾ അവർ പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് മരുന്ന് വാങ്ങേണ്ടി വരുന്നു. ഇത് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ആളുകൾക്ക് വലിയ ഭാരമാണ് ഉണ്ടാക്കുന്നത്. രണ്ടാമതായി, ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്കും മറ്റും ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾക്കും വലിയ ക്ഷാമമാണുള്ളത്. ഇതിന്റെ ഫലമായി പല പ്രധാന ശസ്ത്രക്രിയകളും മാസങ്ങളോളം വൈകുന്നുണ്ട്. ഉദാഹരണത്തിന്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ശാസ്ത്രീയ ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് വലിയ വിവാദമായിരുന്നു. ഈ പോസ്റ്റ് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെ പുറത്തു കൊണ്ടുവരികയും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു രോഗിയുടെ ജീവൻ പോലും ഈ ഒരു കാലതാമസം കാരണം അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. സർക്കാർ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ധനമന്ത്രി വെട്ടിച്ചുരുക്കലൊന്നും ഇല്ലെന്നും മരുന്ന് ക്ഷാമം ഒരു സിസ്റ്റം ഇഷ്യൂ ആണെന്നും ഒക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷം ഈ വാദങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. പ്രതിപക്ഷ നേതാക്കൾ മെഡിക്കൽ കോളേജിൽ മുന്നിൽ മറ്റും സർക്കാർ ആശുപത്രികൾക്ക് മുന്നിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങുകയാണ്. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ആരോഗ്യ മേഖലയിലെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാനാണ് അവരുടെ ശ്രമം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ പൊതുജന ആരോഗ്യ സംവിധാനം പലപ്പോഴും ഒരു മാതൃകയായിട്ടാണ് കാണപ്പെട്ടിരിക്കുന്നത്. സൗജന്യമായും മികച്ചതുമായ ചികിത്സ സാധാരണക്കാരന് എപ്പോഴും ലഭിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ ഈ സംവിധാനം ദുർബലമാകുന്നുവെന്ന് ഒരു സംശയം ഉയരുന്നുണ്ട്. ഫണ്ട് ലഭ്യത കുറയുന്നതും മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശിക നൽകാനുള്ളതുകൊണ്ട് മരുന്നുകൾ വിതരണം നിലച്ചതും ഉപകരണങ്ങൾ വാങ്ങുന്നതിന്റെ കാലതാമസവുമെല്ലാം ഈ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നുണ്ട്. ഇത് കേവലം നഗരങ്ങളിലെ വലിയ ആശുപത്രികളിൽ മാത്രമുണ്ടാകുന്ന ഒരു പ്രശ്നമല്ല. ഗ്രാമപ്രദേശത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. രോഗികൾക്ക് പ്രാഥമിക തലത്തിൽ ലഭിക്കേണ്ട ചികിത്സകൾ വൈകുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാതെ വരുന്നുണ്ട്. ഇത് കേവലം ഒരു സാമൂഹ്യ പ്രശ്നമായി മാറാൻ സാധ്യതയുമുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ഒറ്റപ്പെട്ടവയല്ല. നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യരംഗത്തും സാമൂഹ്യ രംഗത്തും ചില വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. സർക്കാർ ഈ പ്രശ്നങ്ങളെ ഗൗരവമായി തന്നെ കാണുക വേണം. സുതാര്യമായ അന്വേഷണങ്ങൾ നടത്തുകയും ജനങ്ങൾക്ക് ആശങ്കകൾക്ക് പരിഹാരം കാണുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. ആരോഗ്യരംഗം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന ഒന്നായി മാറ്റുക തന്നെ വേണം. അതിന് ഉറപ്പുവരുത്തേണ്ടതും സർക്കാർ തന്നെയാണ്. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ബൈ.